തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തു. IPC 336, 338 വകുപ്പുകൾ ചുമത്തി കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സുമയുടെ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമെന്ന് FIR-ൽ പറയുന്നു. അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകിയതായി സുമയും കുടുംബവും വ്യക്തമാക്കി. 5 ദിവസത്തിനകം തീരുമാനമായില്ല എങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സുമയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് കേസെടുത്തിട്ടുള്ളത്. സുമയുടെ ശരീരത്തിനുള്ളിൽ ട്യൂബ് കുടുങ്ങിയത് ഡോക്ടറുടെ അലക്ഷ്യമായ ഇടപെടൽ മൂലമാണെന്ന് FIR-ൽ പറയുന്നു. ഡോക്ടറുടെ പ്രവൃത്തി അവിവേകമാണെന്നും ശസ്ത്രക്രിയ ഗൗരവകരമായി എടുത്തില്ല എന്നും FIR-ൽ പരാമർശമുണ്ട്. ആരോപണ വിധേയനായ ഡോക്ടർ രാജീവ് കുമാർ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സുമയെയും കുടുംബവും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് അഡീഷണൽ ഡയറക്ടർ ഉറപ്പു നൽകിയതായും ഇല്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും സുമയുടെ കുടുംബം പറഞ്ഞു. വിദഗ്ധ സമിതി ഇനി തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള ഒരു ചെയ്യാം. നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇവിടെ കേരളത്തിലല്ല, ഇനി പുറത്തായിരുന്നാൽ പോലും ഇതെടുക്കുന്നതിനുള്ള എല്ലാ ബാധ്യതയും എല്ലാ സാമ്പത്തികവും ഏറ്റെടുക്കേണ്ടത് സർക്കാരും ആരോഗ്യവകുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളൊരു ഡയറക്ടർ ഒരു വാക്ക് പാലിക്കുകയാണ്. ഇനി 4 ദിവസത്തിന് ശേഷം നമുക്ക് ഒരു തെറ്റിയായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നീതിക്ക് വേണ്ടി ഇനിയും മുന്നോട്ട് പോകും. 2023 മാർച്ചിലായിരുന്നു സുമയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകുന്നത്. സുമയുടെ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുകയാണ് ചെയ്തത്. ഡോക്ടർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടന്നത്. ഇതിനുശേഷം സുമയ്ക്ക് വലിയ രീതിയിൽ ശ്വാസതടസ്സവും കിതപ്പും അനുഭവപ്പെട്ടു. 2025 മാർച്ചിൽ കഫക്കെട്ട് വന്നപ്പോൾ വീടിനടുത്തുള്ള ക്ലിനിക്കിൽ പോയി. അവിടുത്തെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയതെന്ന് വ്യക്തമായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.